പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇടപെടുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹം കർത്താവ് നമ്മുടെ മേൽ ചൊരിയേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, കഴിഞ്ഞ ദിനങ്ങളിൽ, കഴിഞ്ഞ നമ്മുടെ ഈ വർഷത്തിൻ്റെ തീമായി നാം എടുത്തിരിക്കുന്ന ഒരു തീമുണ്ട്. ദ തീം ഓഫ് ദിസ് ഇയർ. മറന്നുപോയോ? ഒറ്റ ആഴ്ച കൊണ്ട് മറന്നുപോയോ? ഈ ഒരു വർഷം മുഴുവനും ഓർക്കേണ്ടതാ. ഡിവൈൻ ഇൻക്രീസ്. ഡിവൈൻ ഇൻക്രീസ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ 118-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നൊരു വാക്യമുണ്ട്. യഹോവ അല്ല, 115-ന്റെ 14. സോറി. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. സ്തോത്രം. ഇവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ദൈവത്തിൻ്റെ വർധനവും ദൈവത്തിൻ്റെ അനുഗ്രഹവും 3 ജനറേഷനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ആ 3 പേര് ഇവിടെ ഉണ്ട്. ആമേൻ. 3 ജനറേഷനാണ്. ഒന്ന് ഞങ്ങളെ, പ്രിയമാമ, മക്കളെ, ആശ, മക്കളുടെ മക്കള്. പ്രൈസ് ഗോഡ്. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അബ്രഹാമിന് ഇസഹാക്ക്, യാക്കോബ്, അല്ലേ? സ്തോത്രം. തിമോഥെയോസിനെ കുറിച്ച് പറയുമ്പോൾ ആരാ? അമ്മ, വല്യമ്മ, ആരാ പേര് പറഞ്ഞേ? ലൂയിസ്, ആൻഡ് തിമോഥെയോസ്. അപ്പോൾ മക്കളെ തലമുറയായി അനുഗ്രഹിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. തലമുറയായി വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ ഈ വർഷവും സ്വർഗത്തിലെ ദൈവം നൽകി കൊടുക്കുന്ന എല്ലാ ഡിവൈൻ ഇൻക്രീസും സ്വർഗത്തിലെ ദൈവം ഈ ഭവനത്തിന് ദൈവം നൽകിയാണ്. പ്രിയ ഒരു വ്യക്തിയുടെ മേലല്ല, ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, മക്കളുടെ മേലും അനുഗ്രഹത്തെ, സ്പിരിച്വൽ ഡിവൈൻ റിവലേഷൻ ഇൻക്രീസിനെ നൽകുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഈ തലമുറയെ പ്രതീക്ഷിക്കാനുള്ള ബന്ധത്തിൽ, സ്തോത്രം, ഈ ആരാധനയുള്ള ബന്ധത്തിൽ അതുകൂടെയാണോ നടക്കുന്നത്. ആകയാൽ ശിശുക്കളെ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ബന്ധത്തിൽ അല്പമായ സന്ദേശം നിങ്ങൾ കേൾക്കണം. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുള്ള, കല്യാണ ശുശ്രൂഷ സമയത്തെ കല്യാണത്തിനെ കുറിച്ചുള്ള മെസ്സേജ്, ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള മെസ്സേജ് കൂടുതൽ കൊടുക്കാറുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ ഒത്തിരി കേട്ടതല്ലേ? സ്തോത്രം. കേട്ടിട്ടും ബാക്കി ഫില്ല് ചെയ്തു. സ്തോത്രം. എന്ന് പറയുന്നത് പോലെ തലമുറയെ ഒരു പ്രതിഷ്ഠിക്കാനുള്ള ബന്ധത്തിൽ മാതാപിതാക്കൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടതാണ്. എങ്കിലും കൂടെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ അടുത്ത തലമുറയെ ബിൽഡപ്പ് ചെയ്യുന്നതിനും വളർത്തിയെടുക്കുന്നതിന് പ്രയോജനപ്പെടുമെന്നുള്ളത് കൊണ്ട് ആ ഒരു മണ്ഡലത്തിലേക്ക് നമുക്ക് നിൽക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ എന്താണ് ഈ ശുശ്രൂഷ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? എന്താണ് ഈ ശുശ്രൂഷ? തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഇങ്ങനൊരു പ്രമാണമുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ആലയത്തിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി യാഗം കഴിക്കുന്ന ഒരു പ്രമാണം പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു പ്രമാണം നമുക്ക് കാണാൻ കഴിയത്തില്ല. എങ്കിലും തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ, അനേകരുടെ തലമുറകളെ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നിട്ട്, സ്തോത്രം, യേശു അവരെ കരം തൊട്ട് അനുഗ്രഹിപ്പാൻ അവരോട് ആവശ്യപ്പെടുന്ന ഒരു ഭാഗം കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ അവിടെ കാണാൻ കഴിയുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിലും ലൂക്കോസിലും കാണാൻ കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷം 19-ന്റെ 14 വാക്യം, മർക്കോസിൻ്റെ സുവിശേഷം 10-ന്റെ 14, ലൂക്കോസിൻ്റെ 18-ന്റെ 6 എന്നീ വാക്യങ്ങളിലെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു അവരുടെ തലയിൽ കരം വെച്ച് അവരെ അനുഗ്രഹിച്ചു. ഇവിടെ ചെയ്യുന്ന ഈ ശുശ്രൂഷ എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവം തലമുറയെ ദാനമായി നൽകുമ്പോൾ ആ പൈതലിനെ അവർ കൂടി വരുന്ന, ഞാൻ റിയലി അപ്രീഷിയേറ്റ് ആശ ആൻഡ് എൽദോ. ദേ ആർ ഗോയിങ് ബാക്ക് ടു their own ചർച്ച്. പക്ഷേ ആശയ്ക്കൊരു തീരുമാനമുണ്ടായി. ഇവിടെ ആയിരുന്നപ്പോൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, അവിടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച, അവളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു കൂട്ടരും ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ മധ്യത്തിൽ തന്നെ അവരുടെ കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുള്ള അവരുടെ ആകമായ ആഗ്രഹം, അപ്രീഷിയേറ്റ് ദാറ്റ്. നല്ല മാതൃകയാണ്. സ്തോത്രം. നമ്മൾ പലപ്പോഴും നമുക്ക് കണ്ടുവരാത്ത പല കാര്യങ്ങളും ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. സ്തോത്രം. അപ്പോൾ
ദൈവം തലമുറയെ നൽകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവജനത്തെ ദൈവസഭയുടെ മധ്യത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് തിരുവചനത്തിൻ്റെ പത്യോപദേശത്തിൽ വളർത്തിയെടുക്കുവാൻ അവരുടെ പക്കൽ മടക്കി ഏൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്. നമുക്കറിയാം, ദൈവം നമുക്ക് തലമുറകളെ നൽകുമ്പോൾ ഈ തലമുറയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മൾ ചിന്തിച്ചാൽ മാതാപിതാക്കൾക്ക് തലമുറകളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, അല്ലേ? ഹലോ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കുറിച്ച് സ്വപ്നമുണ്ടോ? ആർക്കും ഇല്ലേ? ഉണ്ട്. നമുക്കൊരു സ്വപ്നമുണ്ട്. എന്താ നമ്മുടെ സ്വപ്നം? അതിനെ അതൊന്നും പറയിപ്പിക്കല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നമുക്കൊരു സ്വപ്നമുണ്ട്. പക്ഷേ കർത്താവിന് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് സ്വപ്നമല്ല ഉള്ളത്. കർത്താവിന് കുഞ്ഞുങ്ങളെ കുറിച്ചൊരു പദ്ധതിയാണ് ഉള്ളത്. പ്രൈസ് ഗോഡ്. അവർക്ക് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നമുക്ക് ഒത്തിരി സ്വപ്നമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള സ്വപ്നം പഠിക്കുന്ന ഓരോ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ സ്വപ്നത്തിനനുസരിച്ച് അവരെ പഠിപ്പിക്കുന്നത്, അല്ലേ? നല്ല കോളേജിൽ നല്ല ശ്രേഷ്ഠമേറിയ വിദ്യാഭ്യാസം, ഡോക്ടേഴ്സ് ആക്കാൻ, എൻജിനീയേഴ്സ് ആക്കാൻ, IT എൻജിനീയേഴ്സ് ആക്കാൻ, ഇങ്ങനെ വിവിധ തലങ്ങളിൽ നമ്മുടെ സ്വപ്നങ്ങളുണ്ട്, വിവിധ നിലയിൽ. എന്നാൽ ഈ സ്വപ്നം ആത്മീയ മണ്ഡലത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതുകൂടെ ഒന്ന് പരിശോധിക്കണം. എൻ്റെ കുഞ്ഞൊരു മിഷണറി ആയി തീരണം, അവനൊരു ദൈവ പൈതലായി തീരണം എന്നുള്ള സ്വപ്നം എത്ര പേർക്കാ ഉള്ളേ? സ്തോത്രം, ഹല്ലേലൂയ. ആ ഒരു മണ്ഡലം കൂടെ കാണിക്കണം. കുഞ്ഞുങ്ങളുടെ തലയെ കൈവച്ചിട്ട് കർത്താവെ അവനെ എഞ്ചിനീയർ ആക്കണേ, ഡോക്ടറെ ആക്കണം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി കർത്താവെ അവനെ ഒരു ദൈവ പൈതലാക്കണേ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക്, അവനൊരു മിഷണറി ആക്കണേ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക്. സ്തോത്രം. ആ ഒരു സ്വപ്നം, ആ ഒരു വിഷൻ നിങ്ങളുടെ ഉള്ളിനകത്ത് ഉണ്ടാകണം. അപ്പോൾ ദൈവത്തിന് സ്വപ്നമല്ല ഉള്ളത്, ദൈവത്തിനുള്ളത് പദ്ധതിയാണ്. ദൈവം തലമുറകളെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ തലമുറ ലോകത്തിൻ്റെ പാപമംഗലമായ ഒഴുക്കിൽ പെട്ടുപോകാതിരിപ്പാൻ അവരെ സൂക്ഷിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം കൂടിയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. തലമുറയെ നൽകുമ്പോൾ ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. നമ്മൾ 127 സങ്കീർത്തനത്തിൽ വായിക്കുന്നത് മക്കൾ, സ്തോത്രം, അല്ലേ? അപ്പോൾ അവിടെ ഒരു ദാതാവുണ്ട്. ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദാതാവുണ്ട്. അപ്പോൾ ആ ദാതാവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, ആ ദാതാവിൻ്റെ ഒരു ഉടയവൻ ദൈവമാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുക ഏതോ ഒരു പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി. നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, ലോകം നശിക്കുന്നതോടൊപ്പം നമ്മുടെ തലമുറകൾ നശിച്ചു പോകാതിരിപ്പാൻ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് എല്ലാം ചെയ്യുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് മാതാപിതാക്കളെയാണ്. മാതാപിതാക്കൾക്ക്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ജനിച്ചു, കുഞ്ഞുങ്ങളെ വളർത്തി കൊച്ചു കുഞ്ഞായി, പിന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതല്ല ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. നമ്മുടെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ദൈവികമായ ഉദ്ദേശം. നമ്മൾ തിരുവചനം പഠിച്ചാൽ, സ്തോത്രം, ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം തലമുറകളെ ഏൽപ്പിച്ചപ്പോൾ അവരുടെ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് ആ മണ്ഡലത്തിൽ വളർത്തിയെടുക്കുവാൻ വേണ്ടി പ്രയത്നിച്ച ഒത്തിരി കുടുംബങ്ങളെ തിരുവചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഉദാഹരണമായി പറയാം, നോഹയുടെ ജീവിതത്തെക്കുറിച്ച് നോക്കിക്കേ. നോഹയുടെ ജീവിതത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാലഘട്ടമല്ല. ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവികമായ പ്രമാണം കാറ്റിൽ പറത്തി, സ്തോത്രം, യോഗ്യമല്ലാത്ത ബന്ധത്തിൽ കൂടി ജീവിക്കുന്ന, മ്ലേച്ഛതയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മോശയുടെ തലമുറകൾ ജനിക്കുന്നത്. നോഹയുടെ തലമുറ ജനിക്കുന്നത്. സ്തോത്രം. എന്നാൽ ലോകം പോകുന്നതിനനുസരിച്ച് നോഹയുടെ തലമുറ പോയില്ല. ലോകം പോകുന്ന നിലവാരത്തിനനുസരിച്ച് നോഹയുടെ തലമുറ പോയില്ല. നോഹയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, ദൈവം പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ച്, ദൈവം പറഞ്ഞതിനനുസരിച്ച് നോഹ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് നോഹയുടെ തലമുറ എന്ത് ചെയ്തില്ല? നശിച്ചു പോയില്ല. നോഹ പോകാതിരുന്നത് കൊണ്ട് നോഹയുടെ തലമുറകൾ നശിച്ചു പോയില്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ 120 വർഷം നോഹ പ്രസംഗിച്ചിട്ടും ഒരാൾ പോലും പെട്ടകത്തിനകത്ത് കയറിയില്ലെങ്കിലും നോഹയ്ക്കൊരു പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? എന്തുവാ നോഹയുടെ പ്രാഗൽഭ്യം? അവൻ്റെ മക്കളും അവരുടെ ഭാര്യമാരും. അതാണ് ഏറ്റവും വലിയ വിജയം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ, സ്തോത്രം, ഓരോ മാതാപിതാക്കളും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്.
നോഹയ്ക്ക് ധൈര്യത്തോടെ പറയാം, ഞാൻ പെട്ടകത്തിനകത്ത് കയറിയപ്പോൾ എൻ്റെ തലമുറ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മാതാപിതാക്കൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ടോ? നിന്റെ തലമുറ നിന്റെ കൂടെ ഉണ്ടോ? സ്കൂളിൽ വീട്ടിൽ ജീവിക്കുന്ന കാര്യമല്ല ഞാൻ ഈ ചോദിക്കുന്നത്. നീ പ്രാർത്ഥിക്കാൻ പായിടുമ്പോൾ നിന്റെ തലമുറ നിന്റെ പായോടൊപ്പമുണ്ടോ? ഹല്ലേലൂയ. നീ ഉപവസിക്കുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങൾ നിന്നോടൊപ്പമുണ്ടോ? നീ ആലയത്തിൽ പോകാം, നിന്റെ കുഞ്ഞുങ്ങൾ നിന്നോടൊപ്പമുണ്ടോ? നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. തലമുറകൾ നിങ്ങളോടൊപ്പമുണ്ടോ? ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിങ്ങൾ ഒന്നും കൊണ്ടുവന്നിട്ട്, നമ്മൾ ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നതും ഇല്ല. പാട്ടുകാരൻ പറയുന്ന പോലെ, നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുന്നു. യോബ് പറഞ്ഞിട്ടുണ്ട്, ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. യോബ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. നഗ്നനായി വന്നു, നഗ്നനായി ഈ ലോകത്തിൽ നിന്ന് പോകുന്നുണ്ട്. എല്ലാവരും, ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരും വെറും കൈയോടെ പിറകെ പോകത്തുള്ളൂ. ഏറ്റവും വലിയ മനുഷ്യനായിരുന്നു, ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച ഒരു സാമ്രാജ്യത്തിൻ്റെ ഉടയവനായിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അദ്ദേഹം മരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, തൻ്റെ 2 കരവും ശവപ്പെട്ടിയുടെ പുറത്തോട്ട് ഇട്ടേക്കണം. കാരണം ലോകം അറിയണം, ഞാൻ ഇത്രയും വെട്ടിപ്പിടിച്ചിട്ടും ഞാൻ ലോകത്ത് നിന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല. അത് വളരെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാൻ ഒരു കാര്യമുണ്ട്. സ്തോത്രം. നിങ്ങൾ ഒന്നും കൊണ്ടുപോയില്ലേലും യു നീഡ് ടു ടേക്ക് യുവർ ചിൽഡ്രൻ വിത്ത് യു. നിങ്ങൾ ലോകത്തിൽ നിന്ന് ഒന്നും കൊണ്ടുപോകണ്ട, പക്ഷേ കർത്താവിനെ കാണാൻ അവൻ്റെ സന്നിധിക്ക് ചെല്ലുമ്പോൾ നിന്റെ കരങ്ങളിൽ നിന്റെ തലമുറ ഇരിക്കണം. നിന്നോടൊപ്പം നിന്റെ തലമുറ കാണും. കർത്താവിനെ സന്നിധി മീറ്റ് ചെയ്യുമ്പോൾ വെറും കൈയോടെ നീ അകത്തോട്ട് കയറി ചെല്ലണമെന്നല്ല പറയുന്നത്, നിന്റെ തലമുറയുമായി ദൈവസന്നിധി ചെല്ലാൻ തയ്യണം. അതിന് തലമുറയെ നിന്നോടൊപ്പം വേണം. ദൈവത്തിൽ നിന്നുള്ള ദാനം പറഞ്ഞല്ലോ. സ്തോത്രം. I want your children come with you when you meet our Lord Jesus. കർത്താവിനെ മീറ്റ് ചെയ്യുമ്പോൾ തലമുറ നിങ്ങളോടൊപ്പം ഉണ്ടാകണം. നമ്മൾ ചിന്തിച്ചല്ലോ. സ്തോത്രം. 127 സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്നു, മക്കൾ യഹോവ തരുന്ന അവകാശം, ഉദരഫലം, അവൻ തരുന്ന പ്രതിഫലം, ദൈവത്തിൽ നിന്നുള്ള ദാനം. ഒരു ഉടമസ്ഥനുണ്ട്. കർത്താവിനൊരു പദ്ധതിയുണ്ട്. ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി തലമുറകളെ വളർത്തുക എന്ന ഉത്തരവാദിത്വം ദൈവം മാതാപിതാക്കളെ ഏൽപ്പിച്ചിരിക്കുക. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തെ പരാജയം എന്താ അറിയുമോ? തലമുറകൾ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ കാരണം, ഹല്ലേലൂയ, അവരുടെ നാശത്തിന് കാരണം ദൈവത്തോടുള്ള ബന്ധത്തിൽ, സഭാരാധനയുള്ള ബന്ധത്തിൽ, ആത്മീക കൂട്ടായ്മയുള്ള ബന്ധത്തിൽ ഉത്തരവാദിത്വം നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളാണ് അതിന് കാരണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ദൈവത്തെ ആരാധിക്കുന്ന ഉത്തരവാദിത്വം മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിന്റെ തലമുറയും നിന്നോടൊപ്പം കാണും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഇന്ന് പകൽ ഞാൻ അല്പമായി ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത് പല നിലയിലുള്ള പേരൻറ്റിനെ കുറിച്ചാണ്. പേരൻറ്റിങ് അല്ല, പേരൻസ്. പല നിലയിലുള്ള പേരൻ്റ് വചനത്തിൽ നിന്നും ചില അതിന് ഉദാഹരണമായ ചില കാര്യങ്ങളെ മുന്നിലെടുത്തുകൊണ്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പേരൻസ്. ഓക്കെ, അതാണ് ഇന്ന് പകൽക്കാലം വേഗത്തിൽ ഞാൻ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. ഒന്നാമത്തെ കാറ്റഗറി ഞാൻ പറയുന്നത് അതിനെ ഓസ്ട്രിച്ച് പേരൻറ് എന്ന് ഞാൻ പറയും. ഓസ്ട്രിച്ച്. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണം. ഓസ്ട്രിച്ച്. അതിനെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടോ, കെയർലെസ് ഓർ നെഗ്ലക്റ്റിംഗ് പേരൻറ്റ്. കെയർലെസ് ഓർ നെഗ്ലക്റ്റിംഗ് പേരൻസ്. എന്താണ് ഓസ്ട്രിച്ചിൻ്റെ പ്രത്യേകത? ആ വേദഭാഗം വായിച്ചേ. യോബിന്റെ പുസ്തകം. ഒട്ടകപക്ഷി ഉല്ലസിച്ച് ചിറക് വീശുന്നു, എങ്കിലും ചിറകും തൂവലും കൊണ്ട് വാത്സല്യം കാണിക്കുമോ? അത് നിലത്ത് മുട്ടയിട്ടേച്ചു പോകുന്നു, അവയെ പൊടിയിൽ വെച്ച് വിരിക്കുന്നു. കാൽ കൊണ്ട് അവ ഉടഞ്ഞു പോയേക്കുമെന്നോ, കാട്ടുമൃഗം അവയെ ചവിട്ടി കളഞ്ഞേക്കുമെന്നോ അത് ഓർക്കുന്നില്ല. മതി. കാൽ കൊണ്ട് അവ ഉടഞ്ഞു പോകുമെന്നോ, കാട്ടുമൃഗം അവയെ ചവിട്ടിക്കളയുമെന്നോ അത് ഓർക്കുന്നില്ല എന്നതിനെ കുറിച്ചൊരു ചിന്തയില്ലാത്ത, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഉത്തരവാദിത്വ ബോധം ഇല്ലാത്ത ഒരു ജീവി. തകർന്നു പോകുന്നത് ചിന്തിക്കുന്നില്ല, അത് പൊടഞ്ഞു പോകുന്നത് ചിന്തിക്കുന്നില്ല. ഈ ഭാഗം എന്ന് പറയുന്നത്, ഈ നാശം എന്ന് പറയുന്നത്, സ്തോത്രം, ഭൗതിക മണ്ഡലത്തിലൊരു നാശമല്ല. അതിനേക്കാൾ വലുവി ആത്മീയ മണ്ഡലത്തിലും ഒരു സുരക്ഷിതത്വം ഉണ്ടോ എന്ന ചിന്ത ഇല്ലാത്ത മാതാപിതാക്കളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അവരെയാണ് നെഗ്ലക്റ്റിംഗ് പേരൻസ് അല്ലെങ്കിൽ കെയർലെസ് പേരൻസ് എന്ന് പറയുന്നത്. ഈ അടുത്ത കാലഘട്ടത്തിൽ ഞാനൊരു പിതാവുമായിട്ട് സംസാരിച്ചു. വിശ്വാസിയാണ്. കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ വാക്ക് എനിക്ക് ഒത്തിരി നൊമ്പരമുണ്ടായി. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്,
എൻ്റെ പാസ്റ്ററെ, അവൻ പ്രായമാകുമ്പം അവന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോട്ടെ, അപ്പം അവനെ പഠിപ്പിക്കണ്ടേ? പഠിപ്പിക്കുന്നതുകൊണ്ട് നിർബന്ധമല്ലല്ലോ, അവനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ഭാരമുണ്ടായി. നാളെ വലിയൊരു ഗർത്തം അവൻ്റെ മുന്നിൽ കിടക്കുമ്പോൾ, എൻ്റെ പാസ്റ്ററെ അവൻ പോയി വീഴുന്നെങ്കിൽ വീണോട്ടെ എന്ന് പറയുമോ? വലിയൊരു അഗ്നികുണ്ഡം കിടന്നാൽ അവൻ വീഴുന്നെങ്കിൽ വീണോട്ടെ എന്ന് പറയുമോ? ഇല്ല. ഉത്തരവാദിത്വ ബോധം, ആത്മീക കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഒരു ഉത്തരവാദിത്വ ബോധമില്ല. ഇവിടെ സ്തോത്രം, ഇവിടെ ശ്രദ്ധിക്കണേ, കുഞ്ഞുങ്ങളുടെ ആത്മീക ജീവിതത്തെക്കുറിച്ച് ഉത്തരവാദിത്വ ബോധം നഷ്ടപ്പെട്ടു പോയ പേരൻസ്. അവരവരെ സ്നേഹിക്കുന്നു, എന്നാൽ കുട്ടികൾ എന്ത് ചെയ്താലും ഇവർക്ക് വിഷയമല്ല. ഇതിനെ കെയർലെസ് പേരൻസ് എന്ന് പറയുന്നത്. ഒരു വിഷയമല്ല. കുട്ടികളുടെ സാമാന്യ മര്യാദയെക്കുറിച്ചോ അവരുടെ ആത്മീക ജീവിതത്തെക്കുറിച്ചോ അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചോ അവർ എന്താണ് കാണുന്നത് എന്നുള്ളതിനെക്കുറിച്ചോ ഇതൊന്നും കെയർ ചെയ്യാത്ത പേരൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ ദൂത് പറയുന്നത്, ലിസൺ കെയർഫുള്ളി. നിങ്ങളെല്ലാം തലമുറകളെ വളർത്തുന്നവരാ. 10, 15, 16, 18 വയസ്സായ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ. നിങ്ങൾ അവരെ എന്താണ് അവർ കാണുന്നത്, എന്താണ് അവരിൽ സ്വാധീനിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? അവരുടെ ലൈഫ് എങ്ങനെയാ പോകുന്നത്? അതോ അവർ സ്കൂളിൽ പോയിട്ട് വരുന്നു, അവരവരുടെ കാര്യം നോക്കുന്നു, മൊബൈൽ പോയിട്ട് അവരുടെ റൂമിൽ കയറുന്നു. അവ എവർ ചെക്ക്ഡ്? നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്താ വാച്ച് ചെയ്യുന്നത്? ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വല്ലപ്പോഴും ഒക്കെ എവരോട് പറയാതെ മൊബൈൽ ഫോൺ എടുക്കണം. എന്നിട്ട് അത് നോക്കണം എന്താണ് ഇതിനകത്തുള്ളതെന്ന്. കുഞ്ഞുങ്ങളെ, ഐ ജസ്റ്റ് വാണ്ട് ടു ചലഞ്ച് യു. ആർ യു റെഡി ടു ഗീവ് യുവർ മൊബൈൽ ഫോൺ റൈറ്റ് നൗ ടു യുവർ പേരൻസ്? അൺലോക്ക് ആൻഡ് ഗീവ് ഇറ്റ് ദം. എല്ലാവരും ആകെ സംഭവിച്ചിരിക്കുക. ആർ യു റെഡി ടു ഗീവ് യുവർ വിത്തൗട്ട് അൺലോക്കിങ്? അവർ ഭയങ്കര സൂത്രമാരികളാണ്. ഇവർക്കറിയാം എവിടെ അൺലോക്ക് ചെയ്യണമെന്ന്. ആർ യു റെഡി ടു ഗീവ് റൈറ്റ് നൗ യുവർ മൊബൈൽ ഫോൺ ടു യുവർ പേരന്റ്? പ്രൈസ് ഗോഡ്. ദൈവം മാതാപിതാക്കളെ വല്ലപ്പോഴും ഒക്കെ ഇത് പരിശോധിക്കണം. അവർ മോശപ്പെട്ടെന്നല്ല, ബട്ട് that's indicating that your responsibility towards your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഉത്തരവാദിത്വം അത്. സ്തോത്രം. അപ്പോൾ ഇതൊന്നും വിഷയമല്ല. കുഞ്ഞ് എങ്ങനെ നടന്നാലും എന്തു പറഞ്ഞാലും എങ്ങനെ ജീവിച്ചാലും ഡോണ്ട് കെയർ. ചില ഞാൻ പണ്ടൊക്കെ ഓർപ്പിക്കാതെ, ചില വീടുകളിൽ ചില കുഞ്ഞുങ്ങൾ എന്നാൽ തലകുത്തി മറിയും. എൻ്റെ പൊന്നെ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ വീട്ടിൽ വന്ന് അതുപോലെ കാണിച്ചാൽ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെടും? അതുപോലെ മറ്റുള്ളവർക്കും. മറ്റു വീട്ടിൽ ചെന്ന് തലകുത്തി മറിയുമ്പം പിടിച്ച് അന്നേരം ഒന്നും ചെന്ന് വീട്ടിൽ ചെന്ന് പിടിച്ചിട്ട് ചോദിക്കണം. ഒന്നേ ചോദിക്കാവൂ, പിന്നെ ചെയ്യത്തില്ല. ഇതൊക്കെ ഞങ്ങൾക്കെല്ലാം അനുഭവം ഉള്ളതാ. കൊണ്ടിട്ടുള്ളതാ, കൊണ്ട് നിർത്തിയിട്ടുള്ളതാ. അപ്പം ഇത് നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയാം. ഞാൻ ഡിസിപ്ലിനിലേക്ക് വരുന്നുണ്ട്, സമയമില്ലല്ലോ, പെട്ടെന്ന് പോകാം. ഡിസിപ്ലിനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ സ്തോത്രം, ഈ കുഞ്ഞുങ്ങളെ നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നും. നമ്മൾ ചിന്തിക്കുന്നത് സ്തോത്രം, നമ്മൾ ഡോണ്ട് കെയർ ആയാൽ, ദേ തിങ്ക് their children will not. അവർ ചിന്തിക്കുന്നത് അറിയോ, കുഞ്ഞുങ്ങളെ ഞാൻ അത്രയും സ്ട്രിക്റ്റ് ആക്കി അവരെന്നെ സ്നേഹിക്കത്തില്ല എന്ന. അവരെന്നെ വെറുത്താലോ, they will manipulate that നിങ്ങളുടെ സ്വഭാവത്തെ അവർ മാനിപ്പുലേറ്റ് ചെയ്യും. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വചനത്തിനകത്ത് കെയർലെസ് ആയില്ലെങ്കിൽ ഉള്ള ദോഷം വലുതാ. തിരുവചനത്തിന് 2 ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാം വേഗത്തിൽ. ഒന്നാമത്തെ ഉദാഹരണമാണ് 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന് 13-ാം വാക്യം. ഇത് വായിച്ചേ. ഇഫ് യു ആർ കെയർലെസ്, ഇഫ് യു ആർ നോട്ട് കെയർ അബൌട്ട് യുവർ ചിൽഡ്രൻ. ഓക്കെ, വായിച്ചേ. ദൈവദൂഷണം പറയുന്ന കാര്യം അവൻ അറിഞ്ഞിട്ടും അവനെ എന്ത് ചെയ്തില്ല? ശാസിച്ച. ഇത് പേരൻസിന്റെ ഉത്തരവാദിത്വമാണ്. ശാസിച്ചമർത്തായിക കൊണ്ട്. ഒരു കാര്യം ഓർത്തോണം, തലമുറകൾ മുഖാന്തരം ശിക്ഷകൾ ഏറ്റുവാങ്ങിയ കുടുംബങ്ങൾ. ആരുടെ കുഴപ്പം? അപ്പൻ്റെ അമ്മയുടെ കുഴപ്പമാണ്. ഇവിടെ കുഞ്ഞുങ്ങളെ ശാസിക്കേണ്ട സമയത്ത് ഏലി ശാസിച്ചില്ല. അവരെ കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞിട്ടും കണ്ണടച്ചിരുന്നു. ഇന്ന് ഈ കണ്ണടച്ചിരിക്കുന്ന ഒത്തിരി പേരൻസ് ഉണ്ട്. എന്ത് തെറ്റ് ചെയ്താലും
മിണ്ടത്തില്ല. എന്ത് കാണിച്ചാലും ഡോണ്ട് കെയർ. നാശമാണ്. പിന്നീട് അത് വലിയ ദോഷത്തിന് കാരണമായി തീരുന്ന കാര്യം മറന്നു പോകരുത്. അവർ അറിഞ്ഞിട്ടും ശാസിച്ചമർത്തായ കൊണ്ട് ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം. സ്തോത്രം. അല്ലെങ്കിൽ വലിയ ദോഷമുണ്ടാകും. അതിൻ്റെ 29 വാക്യം വായിച്ചേ. സോറി, 2:21. അതിനൊരു വാക്യമുണ്ട്, പുത്രന്മാരെ എന്നേക്കാൾ അധികം ബഹുമാനിച്ചു. അത് വാക്യം അത് 29. നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ, ദൈവത്തെക്കാൾ ഉപരി മക്കളെ ബഹുമാനിക്കുന്നത്. മക്കളെ അവര് അന്യപ്പെട്ടു പോയാലോ, അയ്യോ അവര് ദേഷ്യപ്പെട്ടോ, അവരുടെ സ്നേഹം കുറയോ? നോ, നീ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ശാസിക്കേണ്ട സമയത്ത് കുഞ്ഞുങ്ങളെ ശാസിക്കണം. കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് കുഞ്ഞുങ്ങളെ കറക്റ്റ് ചെയ്യണം. ഇല്ലെങ്കിലുള്ള കോൺസിക്വൻസ് താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഏലിക്ക് വന്ന ദാരുണമായ അന്ത്യം എന്താണെന്ന്, അവൻ്റെ തലമുറയ്ക്ക് വന്ന അന്ത്യം എന്താണെന്ന്, ദൈവ മഹത്വം അവിടെ നിന്ന് പോയ അവസ്ഥയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ചില മാതാപിതാക്കൾ ശാസിക്കത്തുമില്ല. ഇനി അഥവാ മറ്റുള്ള ഈ സഭയിലൊക്കെ ഞാനൊരു കാര്യം പറയാം, പലപ്പോഴും എനിക്ക് പല കുഞ്ഞുങ്ങളെയും ശാസിക്കാനും പേടിയാ, ഇത് കാര്യം മാതാപിതാക്കളോട് പറയാനും പേടിയാ. കാരണം ഇതിൻ്റെ കുഴപ്പമെന്നറിയാം, ഈ പണ്ടൊരിക്കൽ ഒരു വ്യക്തി ഇങ്ങനെ ശാസിച്ചു എന്ന് പറഞ്ഞ്, കുഞ്ഞിനെ ശാസിച്ചു എന്ന് പറഞ്ഞിട്ട് സഭ വിട്ടുപോയ കേസുണ്ട്. അതാ കുഞ്ഞിനെ, അയ്യോ എൻ്റെ കുഞ്ഞിനെ ശാസിച്ചു, അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല, സഭ വിട്ടുപോയി. അപ്പോൾ ഈ ശാസിക്കത്തുമില്ല. മറ്റുള്ളവരെ ശാസിച്ചാൽ അതിനെ, ഇനി കുഞ്ഞുങ്ങൾ ആരെങ്കിലും ശാസിച്ചെന്നിരിക്കട്ടെ, ഇനി അപ്പൻ്റെ അമ്മയോട് ചെന്ന് പറയും, എന്നെ അയ്യോ അപ്പോഴത്തെ എൻ്റെ ഹൃദയം അങ്ങ് പൊട്ടി, എൻ്റെ കുഞ്ഞിൻ്റെ ഹൃദയം അങ്ങ് പൊട്ടി. പപ്പ ആ കരച്ചിലും പറഞ്ഞു പോകുമ്പോഴത്തേക്ക് പപ്പയുടെ കണ്ണുനീര് ഇങ്ങനെ അങ്ങ് ഒലിക്കും. എന്നാൽ നിന്റെ കുഞ്ഞിനെ ശാസിച്ച എന്തിനാണെന്ന് നീ അന്വേഷിച്ചോ? എന്തിനാ നിന്റെ കുഞ്ഞിനെ കറക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചോ? അതോ കുഞ്ഞ് കരഞ്ഞപ്പോഴത്തേക്ക് നിന്റെ കണ്ണീരങ്ങ് ഒലിച്ചതാണോ? കറക്റ്റ് ചെയ്യണം. ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം. സഭയുടെ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ മുതിർന്നവർ, മൂത്തവർ, എൽഡേഴ്സ് അവർ ചെയ്യുന്ന തെറ്റിനെ കറക്റ്റ് ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കാൻ നിൽക്കരുത്. യു നീഡ് ടു അക്സെപ്റ്റ് ഇറ്റ്, ഫൈൻഡ് ഔട്ട് വൈ. എന്തിനാ നിന്റെ കുഞ്ഞിനെ ശാസിച്ചെന്ന് ചോദിക്കണം. അവനോട് ഞാൻ ചോദിക്കണം, അവളോട് ചോദിക്കണം. ഇതൊക്കെ ഞാൻ പ്രായോഗികമായിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. എവളുടെ കാര്യം, ആശയുടെ കാര്യം ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ അവളെ മുന്നിഞ്ച് പിടിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഫൈൻഡ് ഔട്ട്. ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം. അതിൻ്റെ പേര് ഞാനിനി അങ്ങോട്ടില്ല, ഞാനിനി അങ്ങോട്ട് പോകത്തില്ല എന്നല്ല പറയുന്നേ. സ്തോത്രം. അപ്പോൾ ഇവിടെ ഏലി ശാസിച്ചില്ല. രണ്ടാമത് മറ്റൊരു വ്യക്തിയെ കുറിച്ച് കാണാൻ കഴിയും. യെസ്കേലിൻ്റെ പ്രവചനത്തിൽ, യെശയ്യാപ്രവചനം, ഹിസ്കിയാവിനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഹിസ്കിയാവിനോട് ഞാൻ സമയം പറഞ്ഞു പോകാം, പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട്. ഹിസ്കിയാവിനെ ആദ്യമേ യെശയ്യാപ്രവചനം എന്നൊരു ദൂത് പറഞ്ഞു, നീ മരിച്ചു പോകും. ഹിസ്കിയാവ് എന്താ ചെയ്തേ? ചുവരിനോട് ചേർന്നിരുന്ന് നിലവിളിച്ച് കരഞ്ഞു. ഇറങ്ങിപ്പോയ യെശയ്യാവ് തിരിച്ചു കയറി വന്നിട്ട് ആയുസ്സിനെ, അവൻ പറഞ്ഞിരിങ്ങനെയാണ്, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് നിന്റെ ആയുസ്സിനെ നീട്ടി തന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ വീണ്ടും കുറച്ച് താഴോട്ട് വന്നിട്ട് യെശയ്യാപ്രവചനം 39 അധ്യായത്തിലേക്ക് വരുമ്പോഴുണ്ടല്ലോ, ഇതേ യെശയ്യാവ് എന്നൊരു ദൂത് പറയുന്നു. സ്തോത്രം. അതിൻ്റെ 6ഉം 7ഉം വാക്യത്തിലാ, നിന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ചു വെച്ചിട്ടുള്ളത് ഒട്ടൊഴിയാതെ ബാബയിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന കാലം വരുന്നു. ദീൻ ധരിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. മക്കളെയും കൊണ്ടുപോകും. ശ്രദ്ധിക്കണേ, ഈ ദൂത് കേട്ടിട്ട് അന്നിരുന്ന് കരഞ്ഞ ഹിസ്കിയാവ് ഇന്ന് കരഞ്ഞില്ല. അന്ന് ആയുസ്സിനെ നീട്ടാൻ അവൻ കരഞ്ഞു. ഇന്ന് മക്കളെ പിടിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇവന് കരച്ചിലില്ല. ഇവൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഏതായാലും നടന്നോട്ടെ, എന്റെ കാലത്ത് നടക്കത്തില്ലല്ലോ. അങ്ങനെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നേ? നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലതെന്ന് പറഞ്ഞു, എങ്കിലും എന്റെ ജീവകാലത്ത് സമാധാനം. ഇതാ പലരും ചിന്തിക്കും, എന്റെ കാലത്ത് മക്കളെ എങ്ങനോ പോയിക്കോട്ടെ. അതാ നെഗ്ലക്റ്റിംഗ് പേരൻസ്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം.
രണ്ടാമത്തെ പേരൻ്റ് ആണ് പ്രൊട്ടക്റ്റീവ് പേരൻറ്റ്. പ്രൊട്ടക്റ്റീവ് പേരൻസ്, ഓക്കെ, അല്ലെങ്കിൽ ഹെൻ പേരൻറ്റ്. ഹെൻ പേരൻറ്റ്. ഓക്കെ, വായിച്ചേ മത്തായി സുവിശേഷം 23:27. ആ ആ ആ മതി. കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ കീഴെ ചേർക്കും പോലെ എന്ന് പറഞ്ഞാൽ കാര്യം ഇത്രയേ ഉള്ളൂ. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോവുക. ശത്രു തലമുറകളെ കൊണ്ടുപോകരുത്. ഏറ്റവും പെട്ടെന്ന് ശത്രുവിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ജീവിയാ കോഴി. ആ ശത്രുവിനെ തിരിച്ചറിയും പെട്ടെന്ന്. സ്തോത്രം. നമുക്കറിയാം, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. പേരൻസ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ചിൽഡ്രൻസ് ആർ കോൺസ്റ്റന്റ്ലി അറ്റാക്ക് ഓഫ് എനിമി. നമ്മുടെ തലമുറകളൊക്കെ ഇവിടെ ഇരിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പിശാച് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ തലമുറയാണ്. ഏത് വിധേനയും അവരെ സ്വാധീനിച്ച് അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുക. ഇന്ന് അതിനൊത്തിരി മീഡിയാസ് ഉണ്ടല്ലോ. there are so many medias the devil is using to keep you away from God. തലമുറകളെ അവരുടെ ടാർഗറ്റാണ്. അപ്പോൾ ഈ ശത്രു എല്ലായ്പ്പോഴും ഉണ്ട്. അപ്പോൾ സ്തോത്രം, നിങ്ങളൊരു സാധ്യത ശ്രദ്ധിച്ചാൽ കോഴി ചികയുമ്പോഴും ആഹാരം കൊത്തിപ്പറക്കി ഇട്ട് കൊടുക്കുമ്പോഴും ഇതിൻ്റെ ഒരു കണ്ണും ഇതിനൊരു ചെവിയുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ ഫുഡ് ഇങ്ങനെ കൊത്തി ഇട്ട് കൊടുക്കുമ്പോഴും ഇതിൻ്റെ കണ്ണ് ഇങ്ങനെ പതറും. എവിടെയെങ്കിലും പരുന്ത് വരുന്നുണ്ടോ? എവിടെയെങ്കിലും ഈഗിൾ വന്ന് ഇതിനെ കൊത്താൻ വരുന്നുണ്ടോ? ശത്രു വരുന്നുണ്ടോ? ഇതിൻ്റെ ചെവി ഈ ശബ്ദത്തിന് വേണ്ടി കേർത്തിരിക്കും. ദൈവമക്കളെ, ഞാനൊരു ദൂതായി പറയാം. നീ ജോലിക്ക് ഓടുമ്പോഴും നീ മറ്റു കാര്യങ്ങൾ ഏർപ്പെടുമ്പോഴും നിന്റെ ശത്രു നിന്റെ തലമുറയെ പിടിക്കാതിരിക്കാൻ കാണാനൊരു കണ്ണും കേൾക്കാനൊരു ചെവി നിനക്കുണ്ടോ? കാരണം സ്തോത്രം, ഇവിടെ ജോലി ചെയ്യുമ്പോൾ അധ്വാനിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്യുവാൻ സാധ്യതയുള്ള ശത്രുവിനെ കാണുവാനുള്ള കണ്ണും കേൾക്കുവാനുള്ള ചെവിയും ഉണ്ടായിരിക്കണം. ഇവിടെ നമുക്കറിയാം, കോഴി എന്താ ചെയ്യുന്നത്? ശത്രു വന്ന ഉടനെ ചിറക് വിടർത്തും. ഹല്ലേലൂയ. ചിറക് വിടർത്തി ആ കുഞ്ഞുങ്ങളെ അതിൻ്റെ അകത്തോട്ട് അണയ്ക്കും. See, it is your responsibility. എന്ത് ചെയ്യണമെന്നറിയാമോ? പ്രാർത്ഥനയുടെ ചിറകൊന്ന് വിടർത്തണം. ആരാധനയുടെ ചിറകൊന്ന് വിടർത്തണം. ഉപവാസത്തിൻ്റെ ചിറകൊന്ന് വിടർത്തണം. Then you need to protect your children under your wings. പ്രാർത്ഥനയുടെ ചിറകനകത്ത്, ആരാധനയുടെ ചിറകനകത്ത്, ഉപവാസത്തിൻ്റെ ചിറകനകത്ത് നിന്റെ തലമുറയെ കവർ ചെയ്യണം. അതർവൈസ് ഒരു കാര്യം മനസ്സിലാക്കണം, നീ അത് നെഗ്ലക്റ്റ് ചെയ്താൽ എന്താണ് കോൺസിക്വൻസ് അറിയാമോ? നീ പോലും അറിയാതെ നിന്റെ തലമുറയെ പിശാച് കവർന്ന് കളയും. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം അതാണ് നമ്മൾ പറയുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, അല്ലെ, അറപ്പാനും മുടിപ്പാനും അല്ലാതെ പിശാച് വരുന്നില്ല. ഏത് വിധേനയും നിന്റെ തലമുറയെ ദൈവത്തിൽ നിന്ന് മന്യപ്പെടുത്തി, ദൈവഭാഗത്തു നിന്ന് മാറ്റപ്പെടുത്തി, ഹല്ലേലൂയ, ആ തലത്തിൽ അവരെ കൊണ്ടുപോകുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ തലമുറകൾക്ക് വേണ്ടി കരയുവാനുള്ള ചിറക് നിനക്കുണ്ടോ? തലമുറയ്ക്ക് വേണ്ടി ആ സമയം വേർതിരിക്കാനൊരു ചിറക് നിനക്കുണ്ടോ? Do you have a protective wings? ഒരു ചിറക് നിനക്കുണ്ടാകണം. ഇവിടെ കോഴി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേഗത്തിൽ മുന്നോട്ട് പോകാൻ സമയമില്ല. മൂന്നാമത്തെ കാറ്റഗറിയാണ് ട്രെയിനിങ് ഓർ ഡിസിപ്ലിൻ. ഈഗിൾ പേരൻറ്റ്. ഈഗിൾ പേരൻറ്റ്. സ്തോത്രം. ഹല്ലേലൂയ. ആ വാക്യമുണ്ട്. ആ വാക്യം വായിച്ചു നോക്കി നമുക്കറിയാം. ഞാൻ വേഗത്തിൽ പോവുക. കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങളെ, കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ. മതി. എന്തിനാണെന്നറിയാമോ? See, it is a training and a discipline parent. ഹല്ലേലൂയ. എന്തിനാണ് കൂടനക്കുന്നത്? To teach them how to fly. നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളതാ. ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നത്, ഈ ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നത് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനല്ല, സഭാപാസനല്ല. ഈ ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നത് മാതാപിതാക്കൾക്കാ. To teach them, to train them. അവരെ ട്രെയിൻ ചെയ്യുക. ഹല്ലേലൂയ. തള്ളക്കഴുകൻ വിചാരിക്കുക, അയ്യോ ഞാൻ തട്ടിയ എൻ്റെ കുഞ്ഞിന് നൊന്താലോ? നോവൂലോ? ആ സംഭവം നമുക്കറിയാം. തട്ടുമ്പോഴാണല്ലോ നോവുന്നേ. നൊന്താൽ, ഹല്ലേലൂയ. അപ്പോൾ ഈ നോവുക എന്ന് പറയുമ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ
ജീവിതകാലത്ത് ഈ പക്ഷി പറക്കാൻ പഠിക്കത്തില്ല. ഇതുപോലെ തന്നെയാണ് ആത്മീയമായും ഭൗതികമായ മൂല്യം, അല്ലെങ്കിൽ ആത്മീയവും ധാർമ്മികവുമായ മൂല്യം തലമുറകളിലേക്ക് പകർത്തുക എന്ന വലിയ ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നത് നിക്ഷിപ്തമായിരിക്കുന്ന മാതാപിതാക്കളിലാണ്. സ്തോത്രം. ഒരു കാര്യം പറയാം, നിങ്ങളുടെ തലമുറ ആത്മീക മണ്ഡലത്തിൽ പരാജയപ്പെട്ടാൽ അതിൻ്റെ കണക്ക് പറയേണ്ടത് മറ്റാരുമല്ല, മാതാപിതാക്കളാണ്. സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞ് 10ാം ക്ലാസ് ജയിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരോടും കണക്ക് പറയണ്ട. നിങ്ങൾ കണ്ട സ്വപ്നം പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആരോടും കണക്ക് പറയണ്ട. സ്തോത്രം. ഡോക്ടറാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആരോടും കണക്ക് പറയണ്ട. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ തലമുറ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയാൽ അതിൻ്റെ കണക്ക് നീ പറഞ്ഞേ പറ്റത്തുള്ളൂ. നിന്റെ കണക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ഡിസിപ്ലിൻ കൊടുക്കുക ലോകത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അവർക്ക് ലഭിക്കുന്ന അവസരം ഉപയോഗിക്കാതെ അവർ ദൈവത്തെ ചോദ്യം ചെയ്താൽ ആര് കണക്ക് പറയണം? സ്തോത്രം. അവർക്ക് ലഭിക്കേണ്ട അവസരങ്ങളെ കൊടുക്കാതെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടു നടന്നാൽ, അവർ ദൈവത്തെ ചോദ്യം ചെയ്താൽ, അവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയാൽ അതിൻ്റെ കണക്ക് പറയേണ്ട നാം ഓരോരുത്തരുമാണ്. സ്തോത്രം. അതുകൊണ്ട് ഉത്തരവാദിത്വം നഷ്ടപ്പെട്ടു പോകരുത്. ഈ വചനം നമ്മുടെ ഉള്ളിലിരിക്കണം. അതാണ് ആവർത്തന പുസ്തകം പറഞ്ഞിരിക്കുന്നത്. 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നു, നിങ്ങളുടെ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്തിരിക്കണം. നിങ്ങൾ അവരെ ആത്മീക പഠിപ്പിക്കണം. 128-ാം സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യം പറയുന്നു, നിങ്ങളുടെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയാ. അതുപോലെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണം. നിന്റെ ഭവനത്തിനകത്ത് വന്നാൽ അവൻ ഒലിവ് പോലെ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒലിവിൻ്റെ പ്രത്യേകത എന്നറിയുമോ? അത് വളരെ സ്ട്രോങ് ആണ്, സുഗന്ധം പരത്തതാണ്, പ്രയോജനപ്പെടുന്നതാണ്. ഇന്ന് ഒത്തിരി കുഞ്ഞുങ്ങൾ, ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ, ഒലിവ് തൈ അല്ല, എന്തുവാ, ചൊറുതണ തയ്യാ, തൊട്ടാ ചൊറിയും. സ്തോത്രം. ദൈവമക്കളെ കുഞ്ഞുങ്ങളെ ആ ഒരു മണ്ഡലത്തിൽ അവരെ ശിക്ഷിക്കണം, അവരെ വളർത്തണം. ചിലർക്ക് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്ന ഭയങ്കര പേടിയാ, ശിക്ഷിക്കത്തില്ല. ശിക്ഷിക്കാത്തതിൻ്റെ വലിയ പോരായ്മകൾ ഇന്നത്തെ കാലഘട്ട തലമുറയിൽ വന്നിരിക്കുക. ദൈവം കുഞ്ഞുങ്ങളെ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഈ അടയ്ക്ക മടിയിൽ വെക്കാം, അടയ്ക്ക മരം വെക്കാൻ പറ്റത്തില്ല. പടവലങ്ങ ചെറുപ്പത്തിലെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പടവലങ്ങ എന്നൊക്കെ പറഞ്ഞാൽ ഇനി എവർക്കും വല്ലതും മനസ്സിലാവുമെന്നാണ് എനിക്ക് പേടി. പടവലങ്ങ എന്താ ചെയ്യുന്നേ? ഒരു കല്ല് കെട്ടിയിട്ട് എന്തിനാ? ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്തോ ചെയ്യും? അറിയാമല്ലോ, ഇതൊക്കെ അറിയാം. അപ്പോൾ ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ പിന്നെ ദുഃഖിക്കേണ്ട വരത്തില്ല. സ്തോത്രം. അപ്പോൾ തലമുറകളെ അതുപോലെ പഠിപ്പിക്കണം, അവരെ വളർത്തണം. ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം. ഒത്തിരി വാക്യങ്ങളുണ്ട്. സദൃശവാക്യം 29-ന്റെ 12-ാം വാക്യം വായിച്ചേ. പ്രോവർബ് കുഞ്ഞുങ്ങളെ വായിച്ചേ, എടുത്ത് 15. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു, തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. അമ്മയ്ക്ക് ലജ്ജ വരുത്തും. ഏതാ? തന്നിഷ്ടപ്രകാരം വിട്ടാൽ, വളർത്താതിരുന്നാൽ, ശിക്ഷിക്കാതിരുന്നാൽ. അമ്മേ, മാതാവേ, സഹോദരി, ഓർപ്പിക്കട്ടെ, പിന്നെ നീ ലജ്ജ ധരിക്കാതിരിക്കണമെങ്കിൽ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിച്ചോണം, കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് കറക്റ്റ് ചെയ്തോണം. ഈ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ദോഷം വരും. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. വചനം എന്താ പറയുന്നത്? യു മസ്റ്റ് ഒബേ ആൻഡ് റെസ്പെക്ട് യുവർ പേരൻസ്. കുഞ്ഞുങ്ങളെ ബഹുമാനിക്കാൻ ആര് പഠിപ്പിക്കണം? അപ്പനും പഠിപ്പിക്കണം. നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിച്ചാൽ നിങ്ങളുടെ തലമുറ മറ്റുള്ളവരെ ബഹുമാനിക്കും. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ തലമുറ പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളെ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ എൽഡേഴ്സ് നിങ്ങളെ കറക്റ്റ് ചെയ്താൽ ബഹുമാനിക്കണം. റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. When somebody correct you, learn how to respect them. Respect your teachers, respect your parents, respect your elders. Don't take it easy. മനസ്സിലാവുന്നുണ്ടോ? Listen here. See, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലയോ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ പലതും പാരൻസിൻ്റെ അരികിലോട്ട് വരുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഞാൻ പലതും ഇങ്ങനെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പലതും കാക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് എല്ലാവരും കൂടെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ നിങ്ങൾ ബിഹേവ് ചെയ്യേണ്ടത്, റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കേണ്ടത്, സംസാരങ്ങൾ ഓൾവേസ്
you all are brothers and sisters over here. You are not for any other business. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതൊക്കെ ഇപ്പോൾ പറയണ്ടല്ലോ, ഞാൻ അവർക്ക് വേറെ ക്ലാസ് എടുത്തോളാം. ഞാൻ എടുക്കുന്നുണ്ട് താമസിയാതെ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. മാതാപിതാക്കൾ തർജനം ചെയ്യേണ്ട സമയത്ത് തർജനം ചെയ്യണം. ഇല്ലെങ്കിലുള്ള കുഴപ്പം ഇതാ, വീട്ടിൽ പറയുന്ന പുറത്ത് പറയുന്നേ. ഇതുപോലെ ആയിരിക്കും ചില വീട്ടിൽ സംസാരിക്കാം, അന്നേരം കറക്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാ പുറത്ത് വരുമ്പോൾ ഇതുപോലെ സംസാരിക്കുന്നത്. ഓൾവേസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, യു റെസ്പെക്ട് ഈച്ച് അതർ. വെൻ യു ടോക്ക് ടു അഡ്രസ് ടു സമ്മൺ, അഡ്രസ് ഇൻ റെസ്പെക്റ്റ്ഫുള്ളി. നിന്റെ കൂട്ടുകാരിയോടായാലും മുതിർന്നവരോടായാലും അല്ലാത്തവരോടായാലും സംസാരിക്കുമ്പോൾ ബഹുമാനത്തോടെ സംസാരിക്കാൻ പഠിക്കണം. ഇതെവിടെ പഠിക്കണം? വീട്ടിനകത്ത് പഠിക്കണം. ടീച്ച്, റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. വേഗത്തിൽ മുന്നോട്ട് പോകുക. അടുത്തത് 4ാമത്തെ പേരൻസ്, ബെയർ പേരൻസ് അല്ലെങ്കിൽ സെലസ് പേരൻസ്, തീഷ്ണതയുള്ള മാതാപിതാക്കൾ. ഇച്ചിരി സമയം മുന്നോട്ട് പോകുന്നൊരു സാരമില്ല, എന്നും പോകുന്നില്ലല്ലോ, ശരി പൊയ്ക്കോട്ടെ, ഇതൊന്ന് കേട്ടിട്ട് വേണം പോകാൻ. അതുകൊണ്ടാ തീഷ്ണതയുള്ള അപ്പനും അമ്മയും. സ്തോത്രം. ഈ കരടിയെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താ പറയുക? ആ വാക്യം വായിച്ചാൽ മതി. അത് ഉഗ്ര മാനസനാണ്. അത് ഇത്രയുള്ള എൻ്റെ കാര്യം, അതിൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും തട്ടിയെടുത്താൽ അതിൻ്റെ കോപം ഇളവും, അതിൻ്റെ തീഷ്ണത ഇളവും. കുട്ടിയെ നഷ്ടപ്പെടുത്തുവാൻ ഉണ്ടാകുന്ന ഉഗ്രകോപം, തീഷ്ണത, അതാണ് കരടിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് എത്രമാത്രം തീഷ്ണതയുണ്ട്? ആർ യു സെലസ് ടുവേഴ്സ് യുവർ ചിൽഡ്രൻസ് സ്പിരിച്വാലിറ്റി? നിന്റെ കുഞ്ഞ് സ്കൂളിലെ എല്ലാ കാര്യവും പഠിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഉത്സാഹമാണല്ലോ. 25 പൗണ്ട് കൊടുത്ത് സ്പെഷ്യൽ ട്യൂഷനും വെച്ച് പഠിപ്പിക്കുമല്ലോ. കുഞ്ഞ് സൺഡേ സ്കൂളിൻ്റെ വാക്യം പഠിച്ചോന്ന് അന്വേഷിക്കുമോ? ഞായറാഴ്ച പോട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല. ശനിയാഴ്ച രാത്രി 12 മണിക്കാ കിടക്കാൻ നേരത്താ ഞായറാഴ്ച പഠിപ്പിച്ച കാര്യം തപ്പുന്നേ. അപ്പനും അന്നേരം തപ്പത്തുള്ളൂ. അന്നേരം ചോദിക്കുന്നേ. ഒരാഴ്ചയിൽ പ്രയോറിറ്റി ഗീവ് ടു ദ സൺഡേ സ്കൂൾ ലെസൺസ്. അങ്ങനെയാണെങ്കിൽ നിന്റെ ബുദ്ധി വളരും, നിന്റെ ജ്ഞാനം വളരും. ഇപ്പൊ പലതും ലീസ്റ്റാണ് വചനം, ദൈവത്തിൻ്റെ വചനം ലീസ്റ്റായി. സൺഡേ സ്കൂള്, അത് ചിലർക്കൊക്കെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ പഠിക്കാൻ പറയുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്നറിയാമോ? ഇതെന്നെ കൊണ്ട് ഒക്കൂ. എടാ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്തുവാ മാത്സും ചപ്പും ചവറും അതെല്ലാം കൂടെ പറയാൻ നിനക്ക് പറ്റും. സൺഡേ സ്കൂളിൻ്റെ വചനം പഠിക്കാൻ അതെനിക്ക് പറ്റത്തില്ല. പേരൻസ് സെലസ്, തീഷ്ണത ഉണ്ടാകണം കുഞ്ഞുങ്ങളെ ആത്മീക നിലം പഠിപ്പിക്കാൻ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആത്മീക ജീവിതത്തെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ലോകത്തോടും മ്ലേച്ഛത കൂടാതിരിക്കാൻ, നശിക്കാതിരിക്കാൻ ഓരോ മേഖലകളിലും എത്രമാത്രം തീഷ്ണത നമുക്കുണ്ട്. കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിന് കൊണ്ടുവരാൻ തീഷ്ണത നമുക്കുണ്ടോ? കൂട്ടായ്മയെ കൊണ്ടുവരാൻ തീഷ്ണതയുണ്ടോ? നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. തലമുറയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. യോബ് ചെയ്തൊരു കാര്യമുണ്ട്, തൻ്റെ കുഞ്ഞുങ്ങൾ നശിക്കാതിരിപ്പാൻ എന്ത് ചെയ്തു? 1:5 വാക്യം, അവൻ എഴുന്നേറ്റ് അതിരാവിലെ എഴുന്നേറ്റ് തലമുറകൾക്ക് വേണ്ടി യാഗം കഴിക്കും, കുഞ്ഞുങ്ങളുമായി ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ തലമുറയുമായി പ്രഭാതത്തിൽ എഴുന്നേറ്റ് എത്ര നാളായി? ഇന്ന് പോട്ടെ, ഇന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പ്രഭാത പ്രാർത്ഥന ഉണ്ടോയെന്ന് അന്യപ്പെട്ടു പോയിട്ട് എത്രയോ. രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് 7:30 ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ 7:15 എഴുതുകം പട്ട് ചാടി പിടിച്ച് ബാഗും എടുത്ത് നമ്മൾ ഒറ്റ ഓട്ടമാണ്. പ്രാർത്ഥിച്ചോ? ഇവിടെ പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ കൂടെ ഒരറ്റത്തൂടെ നടന്നു പോയാൽ അതിരാവിലെ തിരുസന്നിധിയിൽ നിന്നുള്ള പാട്ട് ഓരോ വീടുകളും കേൾക്കാം. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനുള്ള പാട്ടുകൾ കേൾക്കാം. പറഞ്ഞേ നിന്നെ കാൺമാൻ എന്നുള്ള പാട്ടുകൾ എപ്പോഴും കേൾക്കാം. മനമേ പക്ഷി ഗണങ്ങൾ എന്നുള്ള പാട്ട് എപ്പോഴും കേൾക്കാം. എത്ര നാളാണ് ഇതൊക്കെ പാടിയിട്ട്? സ്തോത്രം. പ്രഭാത പ്രാർത്ഥനയുണ്ടോ? തലമുറയുമായി കൂടിയിരുന്നിട്ട് യോബ് തൻ്റെ മക്കൾ നശിക്കാതിരിപ്പാൻ യാഗം കഴിച്ചു. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ.
അവസാനമായി ഒറ്റ കാര്യം കൂടെ പറയാം. അവസാനത്തെ ആണ് ഷീപ്പ് പേരൻസ്, റോൾ മോഡൽ പേരൻസ്, മാതൃക ഉള്ള മാതാപിതാക്കൾ. വേഗത്തിൽ നിർത്താം. സ്തോത്രം. നമ്മൾ കേട്ടൊരു കാര്യമുണ്ട് ഈ തിമോത്തിയോസിനെ കുറിച്ച്. അവൻ്റെ വന്മയിലും വല്യമയിലുമുള്ള വിശ്വാസം നിന്നിലുള്ള പ്രാർത്ഥനയ തലമുറയിലേക്ക് പകരുന്നത്. ആർ യു റോൾ മോഡൽ ടു യുവർ ചിൽഡ്രൻ? പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ മാതൃകയാണോ? ആരാധനയ്ക്ക് നിങ്ങൾ മാതൃകയാണോ? വിശുദ്ധ ജീവിതത്തിന് നിങ്ങൾ മാതൃകയാണോ? മറ്റുള്ളവർക്ക് നിങ്ങളുടെ തലമുറയ്ക്ക് നിങ്ങളെ മാതൃക എന്ന് പറയാൻ പറ്റുമോ? ബി റോൾ മോഡൽ. കുഞ്ഞുങ്ങൾക്ക് മാതൃക. അങ്ങനെ സ്തോത്രം മാതാപിതാക്കൾ മാതൃകാപരമായ ജീവിതം അനുസരിച്ച കുഞ്ഞുങ്ങൾ വളരുമ്പോൾ ദൈവത്തെ പിൻപറ്റണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. സ്തോത്രം. തിരുവചനം പഠിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ആലയത്തിൽ ശുശ്രൂഷിക്കുവാനൊരു നമ്മുടെ മാതൃക കണ്ട് ശുശ്രൂഷിക്കണം. നമ്മുടെ മാതൃക കണ്ട് അവർ ആരാധിക്കണം. ഈ തിരുവചനത്തിൽ ഹേമാൻ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്. ഹേമാന് 17 മക്കളായിരുന്നു. 17 മക്കൾ. അവിടെ പറഞ്ഞിരിക്കുന്നത് 14 ആൺപിള്ളേരും 3 പെണ്ണും. അവിടെ പറഞ്ഞിരിക്കുന്നത് അറിയാം, അവർ മുഴുവനും ആ വാക്യം ഒന്ന് വായിച്ചു വിട്ടാൽ കൊള്ളാൻ തോന്നുന്നു, സമയമില്ലെങ്കിലും. സ്തോത്രം. 1 25 അധ്യായത്തിലാ. 1 ഇവരെല്ലാവരും ദൈവത്തിന്റെ വചനങ്ങളിൽ രാജാവിന്റെ ദർശകനായ ഹേമാന്റെ പുത്രന്മാർ. അവന്റെ കൊമ്പ് ഉയർത്തേണ്ടതിന് ദൈവം ഹേമാന് 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും കൊടുത്തിരുന്നു. ഇവരെല്ലാവരും ദൈവാലയത്തിൽ ശുശ്രൂഷിക്കുന്നവരായിരുന്നു. കണ്ടോ? കൈത്താളങ്ങളാലും വീണകളാലും കിന്നരങ്ങളാലും യഹോവയുടെ ആലയത്തിൽ സംഗീതത്തിനായി താന്താങ്ങളുടെ അപ്പന്റെ കീഴിലും ആസാഫും യദൂദൂനും ഹേമാനും നേരെ രാജാവിന്റെ കൽപ്പനയ്ക്ക് കീഴിലുമായിരുന്നു. കീഴടങ്ങി പാർത്തു. അപ്പൻ കീഴടങ്ങിയപ്പോ മക്കള് ശുശ്രൂഷിച്ചെന്ന്. അപ്പൻ രാജാവിന് കീഴടങ്ങിയപ്പോൾ മക്കളും എന്ത് ചെയ്തു? ആലയത്തിൽ ശുശ്രൂഷയും കണ്ടു. സ്തോത്രം. മറുതലിക്കരുത്. ലീഡർഷിപ്പിന്, നേതൃത്വത്തിന് മറുതലിക്കരുത്. സ്തോത്രം. അപ്പൻ കീഴ്മകവും മക്കളും കീഴടങ്ങി. അവർ ആലയത്തിൽ ശുശ്രൂഷിച്ചു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വിശുദ്ധ ജീവിതത്തിനൊരു മാതൃക കാണിക്കണം മാതാപിതാക്കൾ. വേർപാടിനൊരു മാതൃക നമ്മുടെ തലമുറ കാണട്ടെ. പ്രാർത്ഥനയ്ക്കൊരു മാതൃക നമ്മുടെ തലമുറകൾ കാണട്ടെ. നമ്മുടെ ആത്മീയ നിലവാരത്തിനൊരു മാതൃക തലമുറ കാണട്ടെ. എല്ലാ കണ്ണുകളും അടിയട്ടെ. സ്തോത്രം. ലീവ് എ ലെഗസി. അവസാനമായി ഒന്നുകൂടെ പറയാം, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം ചിന്തിപ്പാനിടയായി 4-5 നിലയിലുള്ളതായ മാതാപിതാക്കൾ. ദൈവമക്കളെ, നമുക്ക് എത്രമാത്രം ഉത്തരവാദിത്വമുണ്ട് കാര്യത്തിൽ. ഒന്ന് സ്വയം പരിശോധിക്കണം. പ്രിയ എൽദയോടും ആശയോടും ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുക, നിങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറയെ സ്തോത്രം തികഞ്ഞ മാതൃകയോടെ ദൈവസന്നിധിയിൽ നിൽക്കണം. അവർ നിങ്ങളുടെ പ്രാർത്ഥന കാണണം. അവൻ നിന്റെ ആരാധന കാണണം. നിങ്ങളുടെ വിശുദ്ധ ജീവിതം കാണണം. നിങ്ങളുടെ പരസ്പരമുള്ള സ്നേഹം കാണണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ മാതൃക ആ പൈതൽ പഠിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിന്നാണ്. ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാൻ പഠിക്കുന്നത് നിങ്ങളുടെ തലമുറ നിങ്ങളിൽ നിന്നാകണം. ഒരു ഭാര്യയെ എങ്ങനെ ബഹുമാനിക്കുന്നു എന്ന് പഠിക്കേണ്ടത് നിങ്ങളിൽ നിന്നാകണം. ഇന്ന് പകൽക്കാലം ഇതാണ് തികഞ്ഞ മാതൃക. നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം.